ஒரு கதை சொல்லிட்டேன் சார். A journey through books with Maya and Shabu. Only on Life with It. All right, on Life with It today, Shabu is joining us. And Shabu ഇന്ന് നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നത് ആരുടെ കഥയിലേക്കാണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ മലയാളത്തിലും ലോകത്തെല്ലായിടത്തും ഈ ചെറുകഥകൾക്ക് വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രീനിവാസൻ പണ്ട് പറഞ്ഞ പോലെ കഥകളുടെ പ്രമേയം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. പ്രണയം, ജീവിതത്തിന്റെ പ്രാരാബ്ദം, അല്ലെങ്കിൽ ഒരു കാശ്, പ്രണയം, പിന്നെ അതുപോലെ തന്നെ ജീവിതത്തിലെ ദുഃഖങ്ങളോ ഇതേ ഉള്ളൂ. മരണം, അതെ, നമുക്ക് പറയാനാകപ്പാടെ വളരെ കുറച്ച് വിഷയങ്ങളേ ഉള്ളൂ. മനുഷ്യന്റെ അല്ലെങ്കിൽ ജന്തുജാലങ്ങളുടെ വൈകാരികമായ ഇമോഷണൽ ആയിട്ടുള്ള സംഗതികളാണല്ലോ നമ്മൾ. എന്നാൽ അറ്റ് ദ സെയിം ടൈം നമ്മൾ ആക്ച്വലി ആലോചിക്കേണ്ടത് ഓരോ ആൾക്കാരും അതിനോട് നേരിടുന്ന അല്ലെങ്കിൽ അതിനെ നോക്കിക്കാണുന്ന രീതിയിലാണ് വ്യത്യാസം വരുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ അതാണ് ഈ പുതിയ കാലത്തെ എഴുത്തുകാർ എങ്ങനെയാണ്. ഇപ്പോൾ പണ്ട് മുതലേ തന്നെ ദാരിദ്ര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കാരൂർ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ വളരെ പണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ പൊതിച്ചോറെന്ന് പറഞ്ഞൊരു കഥയിൽ പറയുന്നുണ്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അധ്യാപകരുടെ ദാരിദ്ര്യത്തെ കുറിച്ചാണ് അന്നത്തെ കാലത്ത്. കാരണം അവർ തുച്ഛമായ ശമ്പളം മാത്രമായിരിക്കും. അപ്പം ഒരു കുട്ടി കൊണ്ടുവരുന്ന പൊതിച്ചോറ് അധ്യാപകൻ മോഷ്ടിക്കുന്ന ഒരു കഥയാണ് അന്ന് പറഞ്ഞത്. പക്ഷെ അതിനുശേഷം പിന്നീട് ഏറ്റവും ഒടുവിലായിട്ട് പിന്നെ ഒരു ദാരിദ്ര്യത്തെ കുറിച്ച് പറഞ്ഞതാണ് ബിരിയാണി എന്ന് പറയുന്ന സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ കഥ. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു അന്യസംസ്ഥാന ഇതര സംസ്ഥാന തൊഴിലാളി നമ്മുടെ നാട്ടിൽ ജോലിക്ക് വന്നിട്ട് ഒരു വലിയ കല്യാണത്തിന് ബിരിയാണിയൊക്കെ ബാക്കി വന്നിട്ട് അതെല്ലാം കൂടെ വെട്ടി മൂടുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ മകളെ കുറിച്ച് ഓർക്കുന്ന ഒരു സംഭവമാണ് ബിരിയാണി. അപ്പൊ നാലിച്ചൊക്കെ ദാരിദ്ര്യം അന്നും ഇന്നും ഉണ്ടാകുന്ന ഒരു അവസ്ഥ. ജാതി അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. കറുപ്പ് നിറം, ഇന്നിപ്പോ ഏറ്റവും വലിയൊരു വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ചീഫ് സെക്രട്ടറി അവരുടെ കറുപ്പിനെ കുറിച്ച് കേട്ട ഒരു കമന്റിനെ കുറിച്ച് എഴുതിയിട്ടുള്ളൊരു വിവാദമാണ്. അതായത് അവരുടെ ഹസ്ബൻഡ് ചീഫ് സെക്രട്ടറി ആയിട്ട് വിരമിച്ചതിന് ശേഷമാണ് ഇവരിപ്പോൾ വരുന്നത്. അപ്പോൾ 2 കാലം, അത് വെളുത്ത കാലവും ഇത് കറുത്ത കാലവും എന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു കമന്റ്. അപ്പോൾ അത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും അതെങ്ങനെയാണ് ഒരാൾക്ക് അങ്ങനെ 2 തരത്തിലാണ്. ഒന്ന് അദ്ദേഹം സിംബോളിക് ആയിട്ടും കാണാമെന്നുള്ളത്, നിറത്തിന്റെ പേരിലും കാണാം, ലിറ്റററി സെൻസിലും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്, ജാതിയൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ഒരു ജാതീയമായ ഒരു കഥ പറയുകയാണ് പുതിയ കാലത്തെ ഒരു എഴുത്തുകാരൻ VM മൃദുൽ. മൃദുലിന്റെ കൂളെ എന്ന് പറയുന്ന കഥാസമാഹാരമാണ്. കൂളെ? അതെ. എന്താണ് കൂളെ? കൂളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേതം അല്ലെങ്കിൽ ആത്മാവെന്നാണ് കൂളെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൃദുലിന്റെ ഈ കഥാസമാഹാരത്തിനകത്ത് 8 കഥകളുണ്ട്. ഈ കഥയുടെ പേര് മാത്രമാണ് ഇപ്പൊ മായ ചോദിച്ചാലോ കൂളെ, ഒരു ചെറിയ പേരാണല്ലോ എന്ന്. പക്ഷെ ബാക്കി കഥകളുടെ പേരുകളൊക്കെ രസമുള്ള പേരുകളാണ്. മരിച്ച വീട്ടിലെ 3 പേർ, മുല്ലമൊട്ട് വിരിഞ്ഞെന്ന് ചൊന്നതാരന്റെ കൺമണി ഒരു കഥയുടെ ടൈറ്റിലാണ്. ജലശയ്യയിൽ കുളിരമ്പിളി വേറൊരു കഥയുടെ ടൈറ്റിലാണ്. മാത്രമല്ല ഈ തുടക്കവും ഭയങ്കര രസമാണ്, നല്ല ഭാഷയാണ്, കുഞ്ഞ് സെന്റൻസുകളിൽ. ഇപ്പോൾ ഈ കഥ നോക്കിക്കഴിഞ്ഞാൽ ജലശയ്യയിൽ കുളിരമ്പിളി എന്ന് പറയുന്ന കഥ, കൺപീലികൾ പാറ്റകൾ വന്ന് തിന്നുന്നതായി സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നപ്പോൾ പൊണ്ണ് നോവുകളുടെ പരവേശമുണ്ടായി കൃഷ്ണൻകുട്ടിക്ക്. വാതിൽക്കൽ നിൽക്കുന്ന അയ്യപ്പനെ കണ്ട് അയാൾ ചിരിച്ചു. കുട്ടിയേട്ടാ ഉറങ്ങിപ്പോയോന്ന് അയ്യപ്പനും ചിരിച്ചു. ഇങ്ങനെയാണ് രസകരമായി തുടങ്ങുന്നതാണ്. നമുക്ക് നമ്മുടെ ഈ കൂളയിലേക്ക് വരാം. കൂള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുടങ്ങുന്നത് ഇതുപോലെയാണ്. അതിൽ 4 സ്റ്റേജസ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചന. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങുന്നത് എങ്ങനെയാണ്? തന്നെ കട്ടിലോടെ പൊക്കിയെടുത്ത് ഇരുട്ടിൽ കോടയുടെ മറമായാത്ത കാരക്കുഴിച്ചാലിൻ്റെ തണുപ്പിലേക്ക് വലിച്ചെറിഞ്ഞ് എനിക്ക് പെണ്ണിനെ ഉണ്ടാക്കിത്താടാ എന്നലറുന്ന ചേട്ടനെ സ്വപ്നം കണ്ടാണ് സജീവൻ ഉറക്കം ഞെട്ടി എണീറ്റോടിയത്. 38ലേക്ക് നരച്ച വിളറിയ ശോഷിച്ചതെങ്കിലും മുറുകിയ മുഖത്തോടെ മുറിയുടെ മൂലയിൽ അയാൾ പതുങ്ങിയിരിക്കുന്നുണ്ട് എന്ന് അവന് തോന്നി. ഭയത്തിൻ്റെ പാടകൾ തട്ടി കിതച്ച് കളഞ്ഞുകൊണ്ട് അടുക്കളപ്പടിയിൽ വന്നിരിക്കുന്ന മകനെ സത്യഭാമ സഹതാപത്തോടെ നോക്കി. ഇതിപ്പോൾ പതിവാണ്. എന്നിട്ട് അമ്മ പറഞ്ഞതാണ്, ഓന്നിൻ്റെ ഏട്ടനാന്ന്, നിന്നെ ഒന്നും ചെയ്യൂല. അവരുടെ ചിതറിയ ഒച്ചയിൽ സജീവന് വിറകേറി. സജീവൻ പറഞ്ഞു, എന്ത് നാശം പിടിച്ച പ്രേതാന്ന് നിങ്ങളെ മോൻ, ചത്താല് ചത്ത ആളുകളെ പോലെ ജീവിക്കണം. ഇത് സത്യഭാമ. അതുപോലെ തന്നെ സത്യഭാമയുടെ ഭർത്താവിൻ്റെ പേര് രാഘവൻ നായർ. രാഘവൻ നായരുടെയും സത്യഭാമയുടെയും മകനാണ് സജീവൻ. സജീവന് വിവാഹം ആലോചിക്കുകയാണ്. സജീവന്റെ ഏട്ടൻ പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അതാണ് പറഞ്ഞത്, 38ലേക്ക് നരച്ച വിളറിയ ശോഷിച്ചതെങ്കിലും മുറുകിയ മുഖത്തോടെ മുറിയുടെ മൂലയിൽ അയാൾ പതുങ്ങിയിരിക്കുന്നുണ്ടെന്ന് അവന് തോന്നി. 10-14 വർഷം മുമ്പാണ് മകൻ മരിച്ചുപോയത്. വെള്ളപ്പൊക്കത്തിൽ മരിച്ചുപോയതാണ്. പക്ഷെ അവന്റെ പ്രേതം എവനെ വന്നിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അമ്മ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നിന്റെ ഏട്ടനാണെന്നല്ലോ, ഒന്നും ചെയ്യില്ല എന്നുള്ളതാ. വീണ്ടും പറയാണ്, രാഘവൻ നായരുടെയും സത്യഭാമയുടെയും മകനാണ് സജീവൻ. വിവാഹാലോചിക്കുകയാണ്. അപ്പൊ അവിടുത്തെ കാസർഗോഡാണ് ഈ കഥ നടക്കുന്നത്. ആ ഭാഷ കേട്ടപ്പോന്നും ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. കാസർഗോഡ് കണ്ണൂരാണ് അന്ന് ഒക്കെ പറഞ്ഞ ഏട്ടനാന്ന് എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ.
അപ്പോൾ ഇത് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? കണിയാരുണ്ട്. കണിയാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മാവിനെ മറ്റൊരു ആത്മാവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക. കാരണം ഇവന്റെ കല്യാണം നടക്കുന്ന സമയത്താണല്ലോ സ്വാഭാവികമായിട്ടും ഏട്ടൻ വന്ന് ശല്യപ്പെടുത്തുന്നത്. ഇവന്റെ കല്യാണം ഒന്നും ഉറപ്പിക്കാൻ പറ്റുന്നില്ല ഏട്ടന്റെ ശല്യം കാരണം. അപ്പൊ കാസർഗോഡ് പരിസരത്ത് ഇങ്ങനൊരു സംഗതി ഉണ്ട്, ആത്മാവിന്റെ കല്യാണം, പ്രേത കല്യാണം. നമ്മൾ വാഴ കല്യാണം എന്ന് പറഞ്ഞ സിനിമ അതുപോലെ തന്നെ ഒരു പ്രേത കല്യാണമുണ്ട്. അങ്ങനെ ഈ പ്രേത കല്യാണത്തിന് വേണ്ടി ഇത് നടത്തി ഇവനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒതുക്കിയാൽ മാത്രമേ അനിയന്റെ വിവാഹം നടത്താൻ പറ്റൂ. ഇങ്ങനെ ഇവർ ഒരുപാട് നോക്കുകയാണ്. ഇവർ നോക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ രാഘവൻ നായർ, സത്യഭാമ. അപ്പോൾ അത് വിട്ടൊരു കളിയില്ല. ഒരുപാട് സ്ഥലത്ത് നോക്കി, ഒന്നും നടക്കുന്നില്ല. ഏറ്റവും അവസാനം പറഞ്ഞു എങ്കിൽ പിന്നെ കിട്ടുന്നതാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കല്യാണം ഉറപ്പിക്കുകയാണ്. ഇരുട്ടി മുതൽ ഇങ്ങോട്ട് സുള്ളിയ വരെ മണിയുടെ പെണ്ണന്വേഷണം. മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദല്ലാളായിരിക്കും. ദല്ലാളിന്റെ പെണ്ണന്വേഷണം പടർന്നു. അയാൾ ഒറ്റയ്ക്കും ആളെ വെച്ചും ശ്രമം നടന്നു. എന്നിട്ടും രാജുവിന് ചേർന്ന നായർ, നമ്പ്യാർ, മേനോൻ, നമ്പൂരി, മണിയാണി കുട്ടികളിൽ ഒരാൾ പോലും ചേർച്ച ഒഴിപ്പിച്ച് കിട്ടിയില്ല. കർക്കടകത്തിലേക്ക് നീട്ടിക്കൊണ്ടു പോകണ്ടെന്ന് കണിയാൻ പിന്നെയും ഒരു വരവിൽ ഓർമ്മിപ്പിച്ചതാണ്. അങ്ങനെയാണ് അവസാനം ഒരു ബീനയുടെ വിവാഹം വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഒളിപ്പിച്ചത്. ഇനി നോക്കിയിട്ട് കാര്യമില്ല, കർക്കടകം കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ്. അങ്ങനെ ഈ സജീവൻ അതിലോട്ടും താല്പര്യം കാണിച്ചില്ല. താല്പര്യം കാണിക്കാത്തതിന്റെ കാര്യം ഈ പറഞ്ഞ ജാതിയിൽപ്പെട്ട ഒരാളല്ലാത്തത് കൊണ്ടാണ്. മരിച്ചുപോയ ആൾക്കാണെന്ന് ആലോചിക്കുക. എന്നിട്ട് പോലും സമ്മതിക്കുന്നില്ല. മകന്റെ ആത്മാവിന് ചേർന്ന ഒരു ആത്മാവിനെ കിട്ടാനുള്ള പ്രയാസം മനസ്സിലായിട്ടാണോ, ജീവിച്ചിരിക്കുന്ന മകന്റെ ഭാവി ജീവിതം ഓർത്താണോ, സത്യഭാമയുടെ സംവാദങ്ങളെ ഭയന്നാണോ എന്തോ അവസാനം ബീനയുടെ ആത്മാവിനെ മൂത്ത മകൻ രാജീവന്റെ ആത്മാവോട് ചേർത്ത് വയ്ക്കാൻ രാഘവൻ നായർ തയ്യാറായി. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അവിടെ വരുന്നുണ്ട്. അല്ലെങ്കിലും പുരോഗമനപരമായ ആശയങ്ങളെ വല്ലാതങ്ങ് തള്ളിക്കളയണ്ടല്ലോ എന്ന് കരുതിയിരിക്കാം. കാരണം ഏറ്റവും അവസാനം ഗതി കെടുമ്പോഴാണല്ലോ നമ്മളുമൊക്കെ ഉണ്ട്. അങ്ങനെ രണ്ടാമത്തതിലേക്ക് വരുമ്പോഴത്തേക്ക് പിന്നെ നിശ്ചയമാണ്. നിശ്ചയത്തിന് ഒരു വീട്ടിലെത്തുന്നു. അപ്പോൾ ആ വീട്ടിലെത്തുന്ന സമയത്ത് തന്നെ ഈ ബീനയുടെ വീട് എങ്ങനെയാണ്, അതൊരു കോളനിയിലാണെന്നും അതൊരു വലിയ കുടുംബം അല്ലെന്നും ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളുടെ കുടുംബമാണെന്നും ഒക്കെ നമുക്ക് ആദ്യത്തെ വരിയിൽ തന്നെ കാണാൻ പറ്റും. നിശ്ചയം നടക്കുന്നു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പ്രേത കല്യാണം എങ്ങനെയാണെന്ന് പറയാം. ഇരുട്ടിൽ ബീനയുടെ വീട് മാത്രം വെളിച്ചം വെച്ച് ചെറുക്കന്റെ വീട്ടുകാരെ കാത്തിരുന്നു. കരിങ്കുട്ടി മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാൾ കടന്ന് കോളനിയിലേക്കുള്ള കട്ട റോഡ് തുടങ്ങുന്നിടത്ത് ഒരു പ്രകാശം കുറഞ്ഞ വലിയ ബൾബ് കത്തുന്നുണ്ട്. അങ്ങനെയാണ് ആ വീട്ടിലേക്ക് പോകുന്നത്. മുറ്റത്ത് മഞ്ഞ മല്ലിക പൂമാലകൾ തൂക്കിയിട്ടുള്ള 3 തൂണുള്ള പന്തൽ പുതുതായി കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് താഴെയായി ഒരു കട്ടിൽ അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. അതിന്റെ മേലെ ഒരു മണ്ഡപം ഉണ്ടാക്കി ബീനയെ അതിലിരുത്തിയിരിക്കുന്നു. ബീന എന്ന് പറഞ്ഞ ആത്മാവാണ്, പ്രേതമാണെന്ന് ഓർക്കുക. ബീന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ലും മണ്ണും കൊണ്ടുള്ള ആൾരൂപമാണ്. അതിൽ സരോജിനി ഭംഗിയായി, സരോജിനി എന്ന് പറഞ്ഞ ബീനയുടെ അമ്മ, ഭംഗിയായി സാരി ഉടുപ്പിച്ച് പൊട്ട് തൊട്ട് അമ്പിളിപ്പൂക്കൾ ചൂടിച്ച് കല്യാണ പെണ്ണാക്കി മാറ്റിയിരിക്കുന്നു. സത്യഭാമ അമ്പരപ്പോടെ അതിലേക്ക് നോക്കി നിന്നു. നാഴിയിൽ സങ്കല്പത്തിന് മാത്രം കതിര് നിറയും നിലവിളക്ക് ബീനയെ മഞ്ഞ വെളിച്ചത്തിലിരുത്തി. മോനാണ്, പോണ്ടിച്ചേരിയിൽ PGക്ക് പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ബിനീഷിനെ, മുന്തൻ എന്നാണ് ഈ കുട്ടിയുടെ ബീനയുടെ അച്ഛന്റെ പേര്, ബിനീഷ് എന്ന് പറയുന്നത് മകനെ കാണിച്ചു. PGക്ക് പഠിക്കുകയാണ്. പക്ഷെ സജീവൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കാരണം സജീവന് തൊട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞു. സജീവൻ എന്ന് പറയുന്നത് ഇപ്പൊ വിവാഹാലോചന ബ്രദറാണ്. അപ്പോൾ സജീവൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇതെങ്ങനെയെങ്കിലും നടത്തി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ളതാണ്. ഇങ്ങനെയാണ്. അങ്ങനെ അമ്മാവൻ അപ്പറഞ്ഞത് കേട്ട് സജീവൻ അയാളുടെ അടുത്ത് പോയി നിന്നു. നേർത്ത നൂല് പോലൊരു സ്വർണ്ണമാല കീശയിൽ നിന്നെടുത്ത് അയാൾക്ക് കൊടുത്തു. അയാളത് ചുരുട്ടിപ്പിടിച്ചു. ബിനീഷ് രാജീവനെയും കൊണ്ട്, രാജീവനും ഇതുപോലെ തന്നെയുള്ള സംഗതിയാണ്. അങ്ങനെ ഇവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും കല്യാണം കഴിഞ്ഞു. ഇനിയാണ് ഈ കഥയുടെ കഥ നമുക്കറിയാത്തൊരു പ്രേത കല്യാണത്തെ മൃദുല നമ്മളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഒരു വെറും പ്രേത കല്യാണം മാത്രം പറഞ്ഞാൽ അത് കഥയാവില്ലല്ലോ. കഥയിൽ മറ്റൊരു സംഗതി കൊണ്ടുവരുന്നതാണ് ജാതി. അങ്ങനെയാണ് ഏറ്റവും അവസാനം ഈ വിവാഹം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സദ്യ ഉണ്ണണം. പക്ഷെ ഇവര് ഏത് കുടുംബമാണ്? നായർ വലിയ തറവാട്ടിലെ കുടുംബമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇവർ വിളമ്പി വെക്കുമ്പോഴത്തേക്ക് ഇത് എങ്ങനെയെങ്കിലും ഒഴിവാകാൻ വേണ്ടിയിട്ട് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴം കഴിച്ച് ഞങ്ങൾ ഇറങ്ങിക്കോളാം, ഞങ്ങൾക്ക് ഇനി പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഈ ബിനീഷ് എന്ന് പറയുന്ന PGക്ക് പഠിക്കുന്ന അവൻ വന്നിട്ട് പറഞ്ഞു, ഇത് ചടങ്ങിന്റെ ഭാഗമാണ്, ഇത് കഴിക്കാതെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ചെറുക്കനെ ഞങ്ങൾക്ക് വേണ്ട, ഇതും കൂടി എടുത്തുകൊണ്ട് പോകൂ എന്ന് പറഞ്ഞിട്ട് ആവുന്നില്ല എന്നുള്ളത്. അങ്ങനെ അവസാനം എങ്ങനെയും ഇത് കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ എന്നുള്ളതാണ് ഈ കഥയുടെ അവസാനം. പക്ഷേ ഈ ചെറുക്കൻ്റെ അമ്മ അവസാനം അവരോടൊപ്പം വന്നിരുന്ന് ഈ കല്യാണത്തിൻ്റെ സദ്യ കഴിക്കുന്നതും അവരുടെ കറി കൊള്ളാലോ എന്ന് പറഞ്ഞ് അതിനെ പ്രശംസിക്കുന്നതും ഒക്കെയാണ്. അപ്പോൾ ജാതിയെ എങ്ങനെയാണ് ഒരു കഥയിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് കൂളയിലൂടെ അവതരിപ്പിക്കുന്നത്. വളരെ മനോഹരമായൊരു കഥയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ നമ്മുടെ ഒരു ലിസണർ ഉണ്ട്, ഷുഹൈബിന്റെ ഒരു സങ്കടം, ഇപ്പോഴും പെണ്ണ് കിട്ടാൻ നല്ല പാടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പാണ്. അത് ഇതിനകത്ത് കഥയിൽ തന്നെ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ. അത് തന്നെ. അപ്പോൾ എന്തായാലും ഇപ്പൊ നമ്മൾ ആശംസിക്കുകയാണ് ഷുഹൈബിന് ഒരു നല്ല പെൺകുട്ടി കിട്ടട്ടെ. ആൻഡ് ഈ ഒരു കഥ അഥവാ നിങ്ങളിപ്പോൾ മിഡ്വേ തൊട്ടാണ് ഈ ഒരു കോൺവെർസേഷൻ കേട്ടു തുടങ്ങിയെങ്കിൽ സാരമില്ല, നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മൾ ലൈവ് ആയിരുന്നു. Listen live. Brought to you by
അപ്പൊ കൂളെ എന്ന ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് വായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഓൺലൈൻ സെർച്ച് ചെയ്യാവുന്നതാണ്. ഇത് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. സോ ബൈ ഇറ്റ് ആൻഡ് റീഡ് ഇറ്റ്. ഡെഫിനറ്റ്ലി നല്ലൊരു റീഡ് ആയിരിക്കും എന്നാണ് ഇപ്പോൾ ഷാബു റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. Listen live. Brought to you by E and